കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ദിവസത്തെ ഒരു ചുരുങ്ങിയ ട്രേഡിംഗ് വീക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലുടനീളം ബുൾസ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്നത്തെ വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് SGX നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് മുന്നേറുന്നത്. 17,705 എന്ന ലെവൽ ഫ്ലാറ്റ് ആയിട്ട് മുന്നേറുന്നു എന്ന് നോക്കാം. ഇന്ന് ഒരുപാട് മാർക്കറ്റുകൾ അവധിയായി തന്നെ തുടരുകയാണ്. എന്നാൽ നിക്കായി ചെറിയൊരു നേട്ടത്തിൽ, ഒരു 0.5% നേട്ടത്തിൽ മുന്നേറുമ്പോൾ ജക്കാർത്ത കോമ്പസൈറ്റ് നെഗറ്റീവായിട്ടാണ് മുന്നേറുന്നത്. അതോടൊപ്പം തന്നെ ഷാങ്കായ് ഫ്ലാറ്റ് ആയിട്ടും കോസ്പി 1%-ലധികം നേട്ടത്തോടു കൂടി മുന്നേറുന്നു. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വിപണിയിലേക്ക് തിരിച്ചു വരാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ബുൾസിനെ പിന്തുണച്ചത് പ്രതീക്ഷയിലും ഉയർന്ന PMI മാനുഫാക്ചറിംഗ് ഡാറ്റ, അതോടൊപ്പം തന്നെ പ്രതിമാസ വാഹന വിൽപ്പന നമ്പറുകൾ, ബാങ്കുകളിൽ നിന്നും NBFCകളിൽ നിന്നും വന്ന Q4 ബിസിനസ് അപ്ഡേറ്റുകൾ, അതോടൊപ്പം തന്നെ FIIsകളുടെ തുടർച്ചയായ നിക്ഷേപം. അതിൽ ഏറ്റവും കൂടുതൽ വിപണിയെ സ്വാധീനിച്ചത് RBIയുടെ ഭാഗത്തു നിന്നുണ്ടായ പലിശ നിരക്ക് വർധനയിൽ നിന്നുള്ള താൽക്കാലികമായ വിരാമമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കോർപ്പറേറ്റ് ഏർണിംഗ്സ് പുറത്ത് Q4 അപ്ഡേറ്റ് പുറത്തു വന്നു. ഇനി അടുത്ത ആഴ്ചയിലേക്ക്, പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, Q4 ഏർണിംഗ്സ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിഫ്റ്റിയിലെ ഹെവി വെയ്റ്റ്സ് ആയ ഇൻഫോസിസ് ഏപ്രിൽ 13-നും, ടാറ്റ കൺസൾട്ടൻസി ഏപ്രിൽ 12-നും, HDFC ബാങ്ക് ഏപ്രിൽ 15-നും റിസൾട്ട് അനൗൺസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഏപ്രിൽ 12-ന് നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പ്രതീക്ഷിക്കാം. മുൻ മാസത്തെ 6.4% നിന്ന് പണപ്പെരുപ്പം 6%-ന് താഴോട്ട് ഒരുപക്ഷെ 5.9% എത്താനുള്ള സാധ്യതയാണ് അനലിസ്റ്റുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. CPI ഡാറ്റയ്ക്ക് പുറമെ ഫെബ്രുവരിയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ അതേ ദിവസം തന്നെ, അതായത് ഏപ്രിൽ 12-ന് തന്നെ പുറത്തു വരും. അതോടൊപ്പം തന്നെ VPI ഇൻഫ്ലേഷൻ ഡാറ്റ മാർച്ച് മാസത്തിലെയും ബാലൻസ് ഓഫ് ട്രേഡും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും ഏപ്രിൽ 14-ന് പുറത്തു വരും. ഇനി ആഗോളതലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ 12-ന് പുറത്തു വരുന്ന FOMC മിനിറ്റ്സ് ആണ്. FOMC മീറ്റിംഗ് കഴിഞ്ഞതിന്റെ സമ്മറി എന്നോണം FOMC മിനിറ്റ്സ് ഏപ്രിൽ 12-ന് പുറത്തു വരും. അതോടൊപ്പം തന്നെ US പണപ്പെരുപ്പ് ഡാറ്റയും പുറത്തു വരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നിക്ഷേപകർ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇനി ഈ വരുന്ന ആഴ്ച നമ്മുടെ ഇൻഹൗസ് മാർക്കറ്റ് അനലിസ്റ്റുമാർ വിപണിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പരിശോധിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ പ്രദീപ് ചന്ദ്രശേഖരനെയും ഡോക്ടർ ശങ്കർ രഘുരാഗനെ. വെൽക്കം ടു ദ ഷോ സോ. Good morning, Manshwari. Good morning, Dr. Shankar. Good morning. പ്രദീപ്, ആദ്യം എനിക്കെന്നല്ല മാർക്കറ്റ് പ്ലസിന്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 90% അനലിസ്റ്റുമാരും RBI മീറ്റിംഗിൽ 25 ബേസിസ് പോയിന്റിന്റെ റേറ്റ് ഹൈക്ക് പ്രതീക്ഷിച്ചപ്പോൾ താങ്കൾ മാർക്കറ്റ് പ്ലസ് വ്യൂവേഴ്സിനോട് പറഞ്ഞത് RBI റേറ്റിൽ മാറ്റം വരുത്തില്ല, അതുപോലെ തന്നെ തുടരും എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ താങ്കളുടെ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് കാണാൻ ഇടയുണ്ടായി. അതിൽ താങ്കൾ വ്യക്തമായി പറയുകയുണ്ടായി RBI റേറ്റ് ഹൈക്ക് ചെയ്യില്ല. അതോടൊപ്പം തന്നെ RBI റേറ്റ് ഹൈക്ക് ചെയ്യാത്തത് ബാങ്ക് നിഫ്റ്റിയെ 41,200 മറികടക്കാൻ സഹായിക്കുമെന്ന്. ഇത് രണ്ടും സംഭവിച്ചു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, വരുന്ന RBI മീറ്റിംഗിൽ താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു റേറ്റ് കട്ടിന് RBI ഈ ഒരു വർഷത്തിൽ മുതിരാൻ സാധ്യതയുണ്ടോ? മൻസുനി, ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റേറ്റ് ഹൈക്ക് ചെയ്യുമോ എന്ന് നമുക്ക് ഇതുവരെ ഒന്നും പറയാനുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ നമ്മുടെ കൈവശം ഇല്ല. ബട്ട് എങ്കിലും നമ്മൾ ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് ഓർക്കേണ്ട 2-3 കാര്യങ്ങൾ, ഇനി മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷൻ വരാൻ പോകുകയാണ്. സോ സർക്കാരും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എന്ത് നീക്കം നടത്തുന്നുണ്ടെങ്കിലും അത് പൊളിറ്റിക്കൽ ഒരു ഡിസിഷൻ തീർച്ചയായിട്ടും അതിലൊരു ഇഫക്റ്റ് ഉണ്ടാകും. അതിനെക്കുറിച്ച് നമുക്ക് ഒരു സംശയവും വേണ്ട. സോ തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മുഖ്യമായിട്ടുള്ള ഒരു നീക്കം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ടു കണ്ടിന്യൂ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. സോ നമുക്ക് ഇൻഫ്ലേഷനെ കുറിച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഇൻഫ്ലേഷൻ വരാൻ 2 പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ടു മച്ച് ഓഫ് മണി, അതായത് ഒരു ഇക്കോണമിയിലോട്ട് അധികം പണം വരുന്നു. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്യൻ ദേശങ്ങളിലും അമേരിക്കയിലും കണ്ടത് അത് തന്നെയായിരുന്നു. സോ കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളായിട്ട് എല്ലാ സെൻട്രൽ ബാങ്കുകളും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവരവരുടെ ഇക്കോണമിയിലുള്ള പണത്തിൻ്റെ പെരുപ്പം, നോട്ട് ഓൺലി പണപ്പെരുപ്പം, ആക്ച്വലി പണത്തിൻ്റെ ക്വാണ്ടിറ്റി, അതായത് സർക്കുലേഷൻ ഓഫ് പണം കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. അതിനെ തുടർന്നായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തതും. അതുപോലെ തന്നെ റിസർവ് റേഷ്യോസ് കൂട്ടാനുള്ള കാരണവും അത് തന്നെ ആയിരുന്നു. രണ്ടാമത്തെ ഒരു മെയിൻ റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ബേസിക്കലി ഡ്യൂ ടു സപ്ലൈ സൈഡ് കോൺസ്ട്രെയിൻസ്. അതായത് സപ്ലൈ ഡിമാൻഡിന് ഒത്തുചേർന്ന് വർദ്ധിക്കുന്നില്ലായിരുന്നു. സോ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയൊക്കെ മെയിൻ ഫോക്കസ് ബേസിക്കലി വിൽ ബി ടു ട്രൈ ആൻഡ് സി ഹൗ സപ്ലൈ സൈഡ് പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും അവരുടെ ഫോക്കസ് മുഴുവൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ GDP വളർച്ചയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ആൻഡ് ഒരിക്കലും ഗവൺമെൻറ്റിനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. സോ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇന്ത്യൻ ഇക്കോണമി ഇസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻ ദ വേൾഡ്. ആൻഡ് അടുത്തൊരു 3, 4, 5 വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഐ എക്സ്പെക്ട് ദാറ്റ് ദ ഇന്ത്യൻ ഇക്കോണമി വിൽ കണ്ടിന്യൂ ടു ഗ്രോ അബൌട്ട് 6 to 7%. അതുപോലെ തന്നെ USA-ലും യൂറോപ്പിലും ഒക്കെ അവരുടെ ഇക്കണോമിക് പ്രോബ്ലംസ് അവർക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചാൽ ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ച 8% മുകളിലോട്ട് കയറാൻ നല്ല ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ശങ്കറിലേക്ക് വരാണെങ്കിൽ, ശങ്കർ, ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, April 12th, the consumer price inflation data in India will be announced. What do you expect from that data, and how will it impact our economy or moreover our market? Okay. Thank you for bringing up this macroeconomic information. இப்போ April 1st அன்னைக்கு GST data was released for the year 22-23. About 18 lakh crores is the collection of GST for the year from last year to this March. Now, this means from the GST data, I estimate the nominal GDP of India to be about 288 lakh crores. The government has given the nominal GDP estimate for the first advance estimate was 272. So my estimate based on GST is 288 lakh crores. If you go with the government data itself estimate, which has used other methods, is 272 lakh crores. According to the government itself, the nominal GDP of India for year 2023 has grown 22%. If the nominal GDP has grown 22%, now what they are saying is the real GDP growth is only 7%, which means the government is admitting that the deflation, the deflator, the GDP deflator between nominal and real is 15%, which reflects the inflation in the overall economy. If the GDP deflator is 15%, whereas the inflation in based on the CPI index is they're saying is 7%, there's a big difference between CPI based inflation data and the GDP ശങ്കർ, deflator based inflation. ശങ്കർ, Therefore, ഞാനൊന്ന് ഇടപെടുകയാണ്. yeah, പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് നോമിനൽ ജി ഡി പിയും എന്താണ് റിയൽ ജി ഡി പിയും എന്ന് നമുക്കൊന്ന് പറയാം. നോമിനൽ ജി ഡി പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഹൈക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു വളർച്ചയാണ്. അതോടൊപ്പം തന്നെ റിയൽ ജി ഡി പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജി ഡി പി correct, കാൽക്കുലേഷൻ ആണ്. കണ്ടിന്യൂ ശങ്കർ. correct. So, இந்த பட்சத்தில் ஜிடிபி பிரகாரம் பார்த்தா இன்ஃப்ளேஷன் 15%, சிபிஐ இண்டெக்ஸ் பிரகாரம் பார்த்தா 7%. Now, which is a better indicator of inflation? In my view, the GDP deflator is a better overall economy inflation. So 15% is what I think it is. Therefore, RBI is very likely to increase the rates in the future because RBI thinks they can control inflation. Most central banks have lost their ability to control inflation through monetary policy. However, our Reserve Bank will continue to use interest rates to monitor and control inflation. So I think the rate will only go up. If the interest rates go up by RBI, it will impact the PE of companies. So I expect
the market to go down further. Okay, so companies have to be assessed accordingly. In my view, the Indian stock market will go down based on this one particular indicator. Okay. ഓക്കെ, ശങ്കർ പ്രതീക്ഷിക്കുന്നത് വരുന്ന CPI ഡാറ്റ ഇന്ത്യക്ക് അല്ലെങ്കിൽ വിപണിക്ക് പ്രതികൂലമായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ്. ഇനി പ്രദീപിലേക്ക് തിരിച്ചു വരാം. പ്രദീപ്, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച അമേരിക്കൻ വിപണികൾ അവധിയായിരുന്നു. വ്യാഴാഴ്ചത്തെ ട്രേഡിംഗിൽ അമേരിക്കൻ വിപണികൾ ഉയർന്നു തന്നെയാണ് വ്യാപാരം നടത്തിയത്. ടെക് ഹെവി നാസ്ഡാക്ക് 100 സൂചിക ഏകദേശം 0.25%, അതായത് 0.75% ഉയർന്നു. 13,062 ക്ലോസ് ചെയ്തപ്പോൾ S&P 500 സൂചിക 0.36% ഉയർന്നത്. എന്നാൽ ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. സോ ഈ അമേരിക്കൻ വിപണികൾ ഈ ആഴ്ചയിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മനുഷ്യനെ നമുക്ക് നാസ്ഡാക്കിനെയും ഡൗ ജോൺസ് ഇൻഡെക്സിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണ്ടിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പറഞ്ഞതുപോലെ നാസ്ഡാക്ക് ട്രാക്ക് ചെയ്യുന്നത് മെയിൻലി ടെക്നോളജി സ്റ്റോക്സിനെ ട്രാക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ബാങ്കിങ് മേഖല അതുപോലെ തന്നെ ഓൾഡ് ഇക്കോണമി സ്റ്റോക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സാണ് ഡൗ ജോൺസ് ഇൻഡെക്സ്. സോ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ. ആ സമയത്ത് നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ ഏറ്റവും കുറഞ്ഞ ലെവൽ 10,440 ആയിരുന്നു. അവിടെ നിന്ന് ഗ്രാജുവലായിട്ട് നാസ്ഡാക്ക് ഇൻഡെക്സ് റിക്കവർ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത്. ആ 10,440 ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20-25% നാസ്ഡാക്ക് 100 ഇൻഡെക്സ് ഓൾറെഡി നമുക്ക് നേട്ടം നൽകി കഴിഞ്ഞു. ഇനി നാസ്ഡാക്ക് 100 ഇൻഡെക്സിൻ്റെ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ലെവല് 13,700 പോയിന്റാണ്. 13,700 പോയിന്റ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 650 മുതൽ 700 പോയിന്റിന്റെ ഗെയിൻ നമുക്ക് ആ ഇൻഡെക്സിൽ നിന്നും പ്രതീക്ഷിക്കാം. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ആ ഒരു ലെവൽ വീണ്ടും നാസ്ഡാക്ക് 100 ടെസ്റ്റ് ചെയ്യും എന്നത് തന്നെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു അതിന്റെ ഏറ്റവും കുറഞ്ഞ ലെവലായ 29,000. അതിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഈ മാർച്ച് മാസം വരെ അത് ഒരു ബേസിക്കലി സൈഡ് വേസ് പാറ്റേണാണ് കാഴ്ചവെച്ചത്. 32,000 പോയിന്റ് ആയിരുന്നു മാർച്ച് മാസത്തിൽ ഏറ്റവും താഴ്ന്ന ലെവല്. ആൻഡ് അവിടെ നിന്നും കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നല്ല റിക്കവറി കാണുന്നുണ്ട്. ഈ ലെവലിൽ നിന്നും എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗ ജോൺസും വീണ്ടും നമുക്ക് ഒരു 1000 പോയിന്റിന്റെ നേട്ടം നൽകാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. സോ ആ ഒരു 35,000 പോയിന്റ്സ് എത്തുമ്പോഴായിരിക്കും നമുക്ക് ഡൗ ജോൺസിന്റെ അടുത്തൊരു നീക്കം ഏത് ഡയറക്ഷനിലായിരിക്കും എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ പ്രദീപ്, എന്തായാലും താങ്കൾ അമേരിക്കൻ വിപണിയിൽ അൾട്രാ ബുള്ളിഷ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. നാസ്ഡാക്കിലും ഡൗ ജോൺസിലും അദ്ദേഹം ഇനിയും വളരെ കനത്തൊരു ബൈയിങ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രദീപ്, അപ്പോൾ ഇന്ത്യൻ വിപണിയിലേക്ക് വരുമ്പോൾ നാസ്ഡാക്ക് സൂചിക നേട്ടമുണ്ടാക്കുമ്പോഴും നിഫ്റ്റി IT സൂചിക ഇടിവ് തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏപ്രിൽ 12 മുതൽ മേജർ IT കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വന്നു തുടങ്ങും. ഒത്തിരി നിക്ഷേപകർ ഓൾറെഡി IT കമ്പനികൾ നിക്ഷേപിച്ചവർ ഉണ്ടാകും. അതുപോലെ തന്നെ IT കമ്പനികൾ ഇത്രയും താഴെ വന്ന സ്ഥിതിക്ക് ഒരു എൻട്രി പൊസിഷൻ എടുത്താൽ എന്ന് ആലോചിക്കുന്ന നിക്ഷേപകരും ഉണ്ടാകാം. ഇവർക്ക് താങ്കളുടെ അഡ്വൈസ് എന്താണ്? നമ്മൾ IT മേഖല നോക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ടത് നിഫ്റ്റിയുടെ IT ഇൻഡെക്സിനെ തന്നെ ആയിരിക്കണം നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് 27,600 പോയിന്റിൽ വളരെ വളരെ മേജറായിട്ടൊരു സപ്പോർട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിൽ വീണ്ടും ആ സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അത് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് സി. അടുത്ത 2-3 ദിവസത്തിൽ TCS, ഇൻഫോസിസ് മുതലായ ഹെവി വെയ്റ്റ്സ് ഒക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കണം. ബട്ട് ആ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചെല്ലുമ്പോഴേക്കും എസ്പെഷ്യലി TCSന്റെ കേസ് എടുക്കുമ്പോൾ 3,100 രൂപ വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല TCSന്റെ കേസിൽ 3,100 സപ്പോർട്ട് TCS ബ്രേക്ക് ചെയ്യുമെന്ന്. പക്ഷെ ആ 3,100 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നെ ടി സി എസിൽ കുറച്ചും കൂടെ ശക്തമായിട്ടൊരു സെല്ലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് എനിക്ക് തോന്നുന്നത് ടി സി എസ്, ഇൻഫോസിസ്, എച്ച് സി എൽ ടെക്നോളജി, വിപ്രോ, L&T, മൈൻട്രി മുതലായ സ്റ്റോക്സിലൊക്കെ നമ്മൾ ഇടിവ് കാണാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് നാച്ചുറലി യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള റിസെഷണറി ട്രെൻഡ്. രണ്ടാമത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ IT സെക്ടറിൽ ലോട്ട് ഓഫ് ദാറ്റ് റവന്യൂ ആക്ച്വലി വരുന്നത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസിൽ നിന്നാണ്. സോ കഴിഞ്ഞ മാസം നമ്മൾ അമേരിക്കയിലെ 3 വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിരുന്നു കൊളാപ്സ് ചെയ്യുന്നതായിട്ട് കണ്ടത്. ആൻഡ് അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ ക്രെഡിറ്റ് സൂയിസ്, UBS ക്രെഡിറ്റ് സൂയിസിനെ എടുക്കപ്പെട്ടു. സോ ഇവരൊക്കെ ഈ സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ കസ്റ്റമേഴ്സാണ്. സോ നാച്ചുറലി ഒരു ടേക്ക് ഓവർ നടക്കുന്ന സമയത്ത് ദർ ഇസ് എ കൺസേൺ ദാറ്റ് ഇവരുടെ ബിസിനസ്സും അവരുടെ റവന്യൂ വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്ന്. അതിനെ തുടർന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് വലിയ തോതിൽ ഒരു സെല്ലിംഗ് കണ്ടത്. ബട്ട് ഐ തിങ്ക് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ കമ്പനീസ് അറ്റ് ദിസ് ലെവൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യുവേഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. ബട്ട് ലെറ്റ് us വെയിറ്റ് ഫോർ ദ ക്വാർട്ടർലി റിസൾട്ട്. ഓക്കെ, അതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം മികച്ച റിസൾട്ട് നൽകുന്ന കമ്പനികൾ വാങ്ങാം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതാണോ അതോ ഒരു പ്രീ റിസൾട്ട് റാലി നമുക്ക് IT ഇൻഡെക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു എൻട്രി എടുക്കുക? ഇപ്പോൾ നമ്മളൊരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റിംഗ് ആംഗിളിൽ നിന്നോ ഒരിക്കലും നമ്മൾ ഈ സമയത്ത് ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ പാടില്ല. നേരെ മറിച്ച് നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ആ ദിവസങ്ങൾക്ക് മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും കാണാൻ പോകുന്നത് യു സി എ ലോട്ട് ഓഫ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി. അങ്ങനെ ആരെങ്കിലും ഒരു സ്പെക്കുലേറ്റീവ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ ടി സി എസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 3120 രൂപയിൽ നിന്നും ഓൾറെഡി ഒരു 100-120 രൂപ ഓൾറെഡി അത് മൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ദേഴ്സ് എ ഹൈ പോസിബിലിറ്റി ദാറ്റ് വരുന്ന 2 ദിവസത്തിൽ അതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഫോസിസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1370 രൂപയിൽ നിന്നും അതൊരു 70-80 രൂപ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ L&T മൈൻട്രി നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റോക്ക് ഒരു 4500 നിന്നും 4800 രൂപ 300 രൂപ ഓൾറെഡി ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ ഈ സ്റ്റോക്സിലൊക്കെ ഈ സമയത്ത് നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് ഇറ്റ് വിൽ നാച്ചുറലി ബി ഓൺ ദ ഹയർ റിസ്ക് സൈഡ്. ഞാൻ പുതിയതായിട്ടൊരു ലോങ് പൊസിഷൻ ഈ സ്റ്റേജിൽ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. ഓക്കെ, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു പ്രീ റിസൾട്ട് റാലി പ്രതീക്ഷിച്ചുകൊണ്ട് IT ഓഹരികളിൽ ഒരു ലോങ് പൊസിഷൻസിന് ട്രേഡേഴ്സ് മുതിരാതിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ശങ്കർ, താങ്കളിലേക്ക് തിരിച്ചു വരുമ്പോൾ, വെൻ യു ആർ ലുക്കിംഗ് അറ്റ് ദ തേഴ്സ്ഡേസ് ട്രേഡിംഗ്, realty index is up by more than 2% only because of RBI monetary policies. When we are looking at realty index itself, up to March level, it goes down up to 15%. So what do you think from this point, how this sector, realty sector, will move forward? Is there any recovery? Are you expecting any recovery in realty sector coming future? Oh, that's a tough question. நான் ரியல்டி செக்டர் நான் ஃபாலோ பண்ணலை. ஓகே, ஹவவர் Okay. நான் எப்பவுமே சொல்லுவேன், ரியல் எஸ்டேட் வந்து இண்டஸ்ட்ரி ஸ்டேட்டஸ் கொடுத்தாக்கணும் பை கவர்மெண்ட். ஏன்னா ரியல் எஸ்டேட் தான் பிக் இன்ஜின் ஆஃப் க்ரோத். இட் கேன் புல் தி கண்ட்ரி ஃபார்வர்ட். ஏன்னா இந்தியாவில் எல்லாருக்கும் என் தலைக்கு மேலே ரூஃப் இருக்கணும்னுவான். ஏன்னா எல்லாருக்கும் தே வாண்ட் தேர் ஓன் ஹோம். ஸோ home ownership has to go up in India. It will go up in India because generally people want to have their own house in India. That is a psychological feeling Indians-க்கு. ஸோ ஹோம் ஓனர்ஷிப் மேலே போகும். ஆனால் இப்போ காஸ்ட் ஆஃப் ஓனர்ஷிப் ரொம்ப ஜாஸ்தி compared to advanced countries where government is not pushing in India real estate sector. They don't give tax breaks and all that. இங்கே வந்து மார்ட்கேஜ் இன்ட்ரெஸ்ட்டில் கொஞ்சம் கம்மியாக தான் இன்கம் டேக்ஸில் கிரெடிட் வரும். ஸோ ஃபிஸ்கல் பாலிசி, நாட் மானிட்டரி பாலிசி, ஃபிஸ்கல் பாலிசி இஸ் நாட் ஃபேவரபிள் டு ரியல் எஸ்டேட் இண்டஸ்ட்ரி இன் இந்தியா. அதனால தான் காஸ்ட் ஆஃப் ஓனர்ஷிப் ஆஃப் அ ஹவுஸ் இன் இந்தியா இஸ் மோர் தேன் தி காஸ்ட் ஆஃப் ரெண்டிங்.
இந்தியாவில் தான் இது வெரி இன்ட்ரெஸ்டிங் திங். நான் இப்போ ஒரு வீட்டில் இருக்கேன்னா, ஒரு வீடு இங்கே மெட்ராஸில் 3 crores, அதே வீடு ரெண்ட்டுக்கு எடுத்தா 75,000. அப்போ என்ன ஆகுது? தி காஸ்ட் ஆஃப் ரெண்டிங் இஸ் லோவர் தென் தி காஸ்ட் ஆஃப் ஓனிங். ஸோ அது மாறணும்னா ஃபிஸ்கல் பாலிசி பண்ணால் தான் கவர்மெண்ட் அதை மாற்ற முடியும். ஆனாலும் இந்தியாவில் எல்லாரும் வீடு வாங்கிட்டு இருக்காங்க. ஏதாவது ஒரு வீடாவது இருக்கணும்ன்ட்டு எல்லாரும் வீடு வாங்குறாங்க. ஸோ ரியல் எஸ்டேட் வில் கண்டினியூ டு grow in India. And if the research has found, for every new house which is built, 100 people get jobs. 100 people for every new house. But we don't track as a data, economic data, we don't track in India how many new houses are sold, how many old houses are resold, all that important information. Okay, therefore, I think real estate sector will have all these improvements in the future, where data is available. Government should give real estate an industry status and seriously look at fiscal policy to improve the home ownership. இப்போ வீடு வாங்கணும்னா ஒவ்வொரு ஸ்டேட்லையும் ஸ்டாம்ப் டியூட்டி இருக்குது, ரெஜிஸ்ட்ரேஷன் இருக்குது. அது வெரி, இப்போ தமிழ்நாட்டில் 11%. ஸோ த transaction cost of buying a house is very high. We don't get any benefit for paying stamp duty and registration except registering the document. Okay, so I think the government, state governments also should change their policy to improve real estate by lowering stamp duty. They can increase the property tax year after year so that the civic facilities can be provided by the local municipality. But currently, our property tax is low, whereas transaction cost, stamp duty is very high. So அதனால தான் இப்போ நமக்கு நிறைய transaction. In spite of all this, real estate as an industry is growing in India. But I think the future is very bright for real estate. So good real estate companies like Soba or others will stand to benefit in the market. So my view is, yes, real estate has a good future. Government will realize fiscal policy changes பண்ணணும்னு. Even though interest rates are high, people are buying. And mortgage thing should go to 30 years in India. Currently 15-20 years கொடுக்குறாங்க. 50 வயசுக்கு மேலே இருந்தானா லோன் கொடுக்கறது கஷ்டமாக இருக்குது. So all that should change in India. If that happens, more ownership will come. With more ownership, real estate industry is going to benefit, and that will push the Indian GDP also much higher, because job rates will go up. Okay. Okay. But individual real estate stocks I have not researched. I'm sorry. Okay. No issues, because റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് സെക്ടർ തീർച്ചയായിട്ടും ഗ്രോ ചെയ്യും, അത് ഇന്ത്യയുടെ GDPക്ക് ഒരു മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ശങ്കർ, അപ്പാർട്ട് ഫ്രം our question, which stocks are you watching for this week for trading opportunities? For this week, Reliance Industries, LIC, Coforge. I think these three are what I'm looking at. Coforge already had a huge breakout on Thursday. It will continue to go up. And LIC is at an interesting point. It's a very interesting buying point. Reliance, in my view, will go up. Reliance has to go up. Only then the Nifty is going to go up. So I'm looking at these three. TCS is likely to go up as well, technically speaking. Okay. Not necessarily fundamentally. IT la paatamna, all the three big ones, Wipro, TCS, and Infosys, and year to date, their stock prices are lower. Whereas you take every other IT company like KPIT, Persistent, or Coforge, LTI, Mindtree, and all the other stocks, they've all been in the green year to date in the last 3 months. The big three are not. But with the results coming, I expect TCS, due to technical analysis, I'm suggesting that TCS may go up. Infosys might be a bit of a drag, but I think Coforge, among all this in the pack, is likely to go up. Okay, so I'm watching Reliance, LIC, and Coforge this week. ഓക്കെ, പ്രദീപ്, ശങ്കർ LIC മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബഡ്ജറ്റ് ഡേ മുതൽ വലിയൊരു 20-25% ആണ് ലിസ്റ്റഡ് ആയിട്ടുള്ള മേജർ ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
തീർച്ചയായിട്ടും അന്നത്തെ ബഡ്ജറ്റ് ഡേയിലുള്ള ആ ഒരു ടാക്സ് എക്സംഷൻ കളയുന്നു എന്നുള്ള വാർത്ത ഈ ഒരു ഷോക്കായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം ഇനി വരുന്ന പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. ഈ വരുന്നൊരു വർഷം ഇൻഷുറൻസ് മേഖലയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പ്രദീപ്? മനുഷ്യന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡിസ്ക്ലോഷർ നൽകട്ടെ. എനിക്ക് LICയിലെ പൊസിഷൻസ് ഉണ്ട്. ആൻഡ് LICയുടെ ഷെയർസ് ശങ്കർ പറഞ്ഞ പോലെ പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ അട്രാക്റ്റീവ് ലെവലാണ്. സോ LICയുടെ കേസിൽ വീണ്ടും ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഐ നാച്ചുറലി വിൽ കണ്ടിന്യൂ ടു പർച്ചേസ് ഇൻ ടു LIC. സോ മനസ്സുനി ചോദിച്ച ചോദ്യം, നമ്മളിപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഇൻഡസ്ട്രിയെ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻഷുറൻസിൻ്റെ പെനട്രേഷൻ വളരെ വളരെ കുറവാണ്. നമ്മളിപ്പോൾ മറ്റ് ബിസിനസ്സിനെ അപേക്ഷിച്ച് നമ്മൾ ഇൻഷുറൻസിൻ്റെ ബിസിനസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു വ്യക്തി 25-ാമത്തെ വയസ്സിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി അടുത്തൊരു 30 കൊല്ലത്തേക്കെങ്കിലും നോർമൽ കോഴ്സിൽ പ്രീമിയം കമ്പനിക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. സോ കമ്പനി പുതിയ പോളിസികൾ വിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ കഴിഞ്ഞ 5-6 മാസങ്ങളിൽ 3-4 നീജേക്ക് റീസൺസ് കൊണ്ടായിരുന്നു നമ്മൾ LICയിൽ ഒരു വലിയ ഇടിവ് കണ്ടത്. ആദ്യത്തെ തന്നെ ഓവറോൾ മാർക്കറ്റ് നെഗറ്റീവായി പോയി ഡ്യൂ ടു ഇൻഫ്ലേഷൻ, ഡ്യൂ ടു tightening of monetary policy etc. രണ്ടാമത്തെ ഒരു റീസൺ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻസൂരി പറഞ്ഞ പോലെ ഇൻകം ടാക്സിൽ ചില ചേഞ്ചസ് നടത്തിയപ്പോഴേക്കും നീജേക്ക് റിയാക്ഷൻ കൊണ്ട് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഷെയർസിലൊക്കെ വലിയ ഇടിവ് കണ്ടിരുന്നു, സെൽ ഓഫ് കണ്ടു. ആൻഡ് മൂന്നാമത്തെ ഒരു റീസൺ LICയുടെ അഡാനി ഗ്രൂപ്പിലുള്ള എക്സ്പോഷറിൻ്റെ പേരും പറഞ്ഞിട്ട് അതിൽ വീണ്ടും നീജേക്കായിട്ട് ഒത്തിരി സെല്ലിങ് കണ്ടു. ആൻഡ് ആസ് എൻ ഇൻവെസ്റ്റർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അലൗവിങ് മീ ടു പർച്ചേസ് എ വാല്യുബിൾ അസറ്റ് അറ്റ് എ വെരി അട്രാക്റ്റീവ് പ്രൈസ്. സോ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ഇതിൽ പൊസിഷൻ ബിൽഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഇതിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് 3 പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ പെർഫോമൻസും കൂടെ പഠിക്കുക. ICICI Prudential, HDFC ലൈഫ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ്. ഈ 3 കമ്പനികളും ഫ്രം എ ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് ഓൾറെഡി ഈ 3 സ്റ്റോക്സും ടേൺ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള സെൽ ഓഫ് താൽക്കാലികമായിട്ടെങ്കിലും അതിൻ്റെ സെൽ ഓഫ് കഴിഞ്ഞു. അതിലൊക്കെ നമ്മൾ കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് നല്ല നേട്ടം കണ്ടു കഴിഞ്ഞു. ആൻഡ് ഐ തിങ്ക് LIC ഈസ് ദ ബിഗ് ബ്രദർ. LIC തീർച്ചയായിട്ടും ഹാസ് ഗോട്ട് ടു ടേൺ റൗണ്ട്. ഓക്കെ, ഇൻഷുറൻസ് മേഖലയിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് പ്രദീപും ശങ്കറും വിശ്വസിക്കുന്നത്. നിക്ഷേപകർക്ക് പഠിക്കാവുന്ന ഓഹരികൾ തന്നെയാണ് ഇൻഷുറൻസ് കമ്പനികളുടേത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പ്രദീപ്, ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പുതിയൊരു ട്രേഡിംഗ് ദിവസം ആഴ്ച ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ദിവസത്തിൽ നിക്ഷേപകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഏതൊക്കെ ലെവലുകൾ വാച്ച് ചെയ്യണം? അതോടൊപ്പം തന്നെ താങ്കൾ ഈ ഒരു ആഴ്ചയിൽ വാച്ച് ചെയ്യുന്ന ഓഹരികൾ ഏതൊക്കെയാണ്? മനുഷ്യന് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. നിഫ്റ്റി 50 കഴിഞ്ഞ 4-5 സെഷൻസ് ആയിട്ട് തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം നൽകിയിട്ട് ഇറ്റ് ഹസ് ജസ്റ്റ് ക്രോസ്ഡ് 17,600. ഈ 17,600 ലെവല്, അതിനെ തുടർന്ന് 17,800 പോയിന്റ്, ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽസാണ്. അപ്പോൾ ഇതിൽ മാർക്കറ്റിൽ ഏത് നിമിഷം വേണമെങ്കിലും നമുക്കൊരു ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയത്ത് നിഫ്റ്റിക്ക് ഒരു 300-400 പോയിന്റിൻ്റെ കറക്ഷൻ വരെ നൽകാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഒരു കറക്ഷൻ വരുന്ന സമയത്ത് ആയിരിക്കണം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ട് പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഇൻഡെക്സിലും നമ്മൾ നല്ല നേട്ടം കണ്ടു കഴിഞ്ഞു. മനസ്സിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ആദ്യത്തെ ഒരു ടാർഗറ്റ് 41,200 പോയിന്റ് ആയിരുന്നു. വ്യാഴാഴ്ച ആ ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. ആൻഡ് എനിക്ക് തോന്നുന്നത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 40,000 പോയിന്റ് താഴോട്ട് പോകുമെന്ന്. ആ ഒരു ലെവലിൽ വീണ്ടും സപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവൽസിൽ നിന്നും 1,500 മുതൽ 2,000 പോയിന്റിൻ്റെ നേട്ടം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസിൽ പ്രതീക്ഷിക്കാം. സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്സിൽ
ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ റിക്കവറിയിൽ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. HDFC ബാങ്ക് പങ്കെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ കേസിൽ വലിയൊരു കറക്ഷൻ കഴിഞ്ഞ 4-5 സെഷൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിലും ഞാൻ ഒത്തിരി ഫോക്കസ് നൽകും ഈ വരുന്ന ദിവസങ്ങളിൽ. പിന്നെ അവസാനമായിട്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ശങ്കറോ മനസ്വിനിയോ ഞാനോ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്കിൽ ഒരു അഡ്വൈസും ഞങ്ങൾ തരുന്നില്ല. ഞങ്ങൾ ഈ ഫോറത്തിൽ ഇന്ന് ഡിസ്കസും ചർച്ചയൊക്കെ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിലോ ഇൻഡെക്സിലോ ട്രേഡോ ഇൻവെസ്റ്റോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിൻ്റെ അടുക്കെ സംസാരിച്ചിട്ടും അവരായിട്ട് ഡിസ്കഷൻ നടത്തിയതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. തീർച്ചയായിട്ടും പ്രദീപ്, പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച നന്നായി പ്രിപ്പയർ ചെയ്യാനുള്ള ചില പോയിന്റ്സുകൾ ഈ ഒരു ഡിസ്കഷനിൽ ലഭിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി ശങ്കർ, നന്ദി പ്രദീപ്, നമസ്കാരം.